ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിൽ സ്വാഗതം. നമുക്ക് ഇന്നൊരു ചുരിദാറിൻ്റെ സ്ലിറ്റ് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. അത് എത്ര ഈസി ആയിട്ടും നല്ല ഭംഗിയായിട്ടും തയ്ക്കാനായിട്ട് ഞാൻ ഇതിനകത്ത് 5 ടിപ്സുകൾ പറഞ്ഞു തരുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. കാരണം 5 ടിപ്സുകളും ഞാൻ കാണിച്ചും തരുന്നുണ്ട്, അതുപോലെ തന്നെ പറഞ്ഞും തരുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കാണ് പറയുന്നത്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. സ്ലിറ്റിൻ്റെ ഓപ്പൺ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അതിന് മുകളിലേക്ക് 2 ഇഞ്ചോളം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഒരു 2 ഇഞ്ചോളം സ്ട്രെയിറ്റ് ആയിട്ട് എങ്കിൽ മാത്രമേ അത് നമുക്ക് കറക്റ്റായിട്ട് ഒരുമാതിരി ബൾജ് ചെയ്തിരിക്കാതെ പൊങ്ങിയിരിക്കാതെ നമുക്ക് ഇടുന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് 2 ഇഞ്ച് മേലോട്ട് നമ്മൾ അങ്ങനെ തയ്ക്കണം. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് വേണം തയ്ക്കാനായിട്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മളിപ്പോൾ ആദ്യമേ കൈയൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ പിന്നീട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ മേളിൽ നിന്ന് ഒരു ആ തയ്യൽ തുമ്പിൻ്റെ അതുവഴി എത്ര വേണോ അത്രയും വെച്ച് നമ്മൾ തയ്ച്ച സ്ലിറ്റിൻ്റെ മേളിൽ വരെ കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ആ സ്ലിറ്റിൻ്റെ അടം വരെ കൊണ്ടുവന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗം വരെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയൊരു പീസ് തുണിയെടുത്ത് 1 ഇഞ്ചിൻ്റെ വീതിയുള്ള തുണിയെടുത്ത് 4ആയിട്ട് മടക്കി തയ്ച്ചതാണിത്. ഒരു പീത്ത പോലെ അതവിടെ വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ലിറ്റ് ഒരിക്കലും അവിടെ നിന്ന് നമ്മൾ ചുരിദാറൊക്കെ ഇടുമ്പോൾ വലയ്ക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ കീറിപ്പോവുകയല്ലോ ഒരു കാരണവശാലും. തന്നെയല്ല, തയ്ച്ചത് അതുപോലെ സ്ട്രെയിറ്റായിട്ട് കിടക്കുകയും ചെയ്യും. ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യണം കേട്ടോ. അതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ആദ്യം ഒരു സൈഡിലെ തയ്യൽ തുമ്പെടുത്ത് നമ്മൾ അതിൻ്റെ പകുതിക്ക് വെച്ച് തയ്ച്ച് ചേർക്കുകയാണ്. അങ്ങനെ പകുതി തയ്ച്ചു. നമ്മൾ ആ ജോയിൻ ചെയ്തതിൻ്റെ ഒരു സ്റ്റിച്ചിൻ്റെ മുന്നിലായിട്ട് നമ്മൾ നിർത്തി തിരിച്ചു വെച്ചു. താഴോട്ട് അതിൻ്റെ താഴോട്ടൊന്ന് തയ്ച്ചു. 1-2 സ്റ്റിച്ചിൻ്റെ ഇത് കാര്യമേ ഉള്ളൂ. പിന്നെയും തിരിച്ചു ഇങ്ങേറ്റത്തേക്കാക്കി ഇപ്പുറത്തെ സൈഡിലൂടെ തയ്ച്ചു. അതിന് ശേഷം എടുക്കുന്നു. ഉണ്ട്, ഇതിൽ ഒരു സൈഡ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ആ ജോയിൻറ്റിൻ്റെ നമ്മൾ കീറിയിട്ടില്ല, ജോയിൻറ്റ് തൊട്ടിപ്പുറത്ത് വെച്ചാണ് നമ്മളത് തയ്ച്ചത്. പിന്നെ അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്യുകയാണ്. ഇതുകൊണ്ട് എന്താ ഉപകാരം എന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഇത് തയ്യലൊരിക്കലും മിക്കവാറും ചുരിദാറൊക്കെ കുറച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ സ്ലീറ്റ് ഇങ്ങനെ കീറി മേലോട്ട് പോകും. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകത്തില്ല. ഒരിക്കലും അത് മേലോട്ട് കീറി പോവുകയില്ല. കണ്ടോ, ഈ കണ്ടിരിക്കുന്നത് ഇതേപോലെ തയ്ച്ചെടുക്കുക. 2 സൈഡും അങ്ങനെ തയ്ച്ചെടുക്കണം കേട്ടോ. അതാണ് മറ്റൊരു ടിപ്സ്. ഇതൊക്കെ ഫോളോ ചെയ്താൽ നല്ലതാണ്. വെറുതെ തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ ഒരു കാരണവശാലും സ്ലിറ്റിൻ അടിക്കാനുള്ളതിൻ്റെ വീതി എന്ന് പറയുന്നത് 3/4 ഇഞ്ച് മതിയാവും. ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് വീതിക്ക് മാത്രം തയ്ച്ചാൽ മതി. അപ്പോൾ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ മാക്സിമം 1 ഇഞ്ച്, അതിൽ കൂടുതൽ ഒരു കാരണവശാലും നമ്മൾ സ്ലിറ്റിന് വീതി ഇടാൻ പാടില്ല. ഓക്കെ, മറ്റൊരു ടിപ്പെന്ന് പറയുന്നത്, 4-ാമത്തെ ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മളതൊന്ന് മടക്കി ഒന്നി പിന്നു കുത്തുവോ അല്ല എങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് തയ്ക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ അയൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മടയൊക്കെ പിടിക്കുന്നിടത്ത് അത് നിൽക്കും. അതേസമയം ഒരു ഷിഫോൺ അങ്ങനെയൊക്കെയുള്ള ഒരു തുണികളൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കാൻ. അതുകൊണ്ടൊന്ന് അയൺ ചെയ്തിട്ട് തയ്ക്കണം. അതാണ് 4-ാമത്തെ ടിപ്പെന്ന് പറയുന്നത്.
പിന്നെ അഞ്ചാമതൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ എത്ര വീതിക്ക് തയ്ക്കുന്നു ആ 3/4 ഇഞ്ച് നമ്മൾ താഴെ വരെ മാർക്ക് ചെയ്ത് ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് നമുക്ക് അത് കറക്റ്റ് ആ ലെവലിൽ തന്നെ മടക്കി അടിക്കാനായിട്ട് പറ്റും. അതാണ് വേറെ ടിപ്പെന്ന് പറയുന്നത്. ഇതൊക്കെ ഫോളോ ചെയ്താൽ വളരെ നല്ലതാണ്. കണ്ടില്ലേ? പിന്നെ അതിൻ്റെ എഡ്ജിൽ കൂടെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ തയ്ക്കുന്നത്. അല്ല, ചിലർ ഒരു സ്റ്റിച്ച് ഇടാറുള്ളൂ. ഞാൻ സാധാരണ 2 സ്റ്റിച്ച് ഇടാറുണ്ട്. ഞാൻ എഡ്ജിൽ കൂടെ ഒന്നുകൂടെ തയ്ക്കുന്ന വളരെ നല്ലതായിരിക്കും. ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ ചുരിദാർ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ കുറച്ച് ബിഗിനേഴ്സിനൊക്കെ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളൊരു പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. കണ്ടാൽ ഉടനെ ഒന്നും നമുക്ക് തോന്നും എളുപ്പമാണെന്ന്, പക്ഷെ പലതവണ കാണുകയും അതേപോലെ നമ്മളത് പ്രവൃത്തി കൊണ്ടുവരാനും ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ചുരിദാറിൻ്റെയൊക്കെ നല്ല സ്വന്തമായിട്ടാണെങ്കിൽ ആർക്ക് തയ്ച്ചു കൊടുത്തില്ലേ പോലും നമ്മളിട്ടുകൊണ്ട് ഇറങ്ങുമ്പോൾ മറ്റുള്ളൊരു അയ്യോ ഇതെവിടെ തയ്ച്ചു എന്ന് ഇപ്പോൾ ചോദിക്കാനിടയാകരുത്. അപ്പോൾ നല്ലതായിട്ട് അവനോട് തന്നെ തയ്ക്കുമ്പോൾ നമുക്ക് ഇട്ട് നോക്കി വീണ്ടും അഴിച്ച് വീണ്ടും ഇട്ട് നോക്കി അങ്ങനെയൊക്കെ ചെയ്യാം. അതാണ്. അങ്ങനെ നമുക്ക് നല്ലൊരു സ്ലിറ്റ് സ്റ്റിച്ചിങ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ ടിപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. 5 ടിപ്സുകൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് 5ഉം ഫോളോ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതേപോലുള്ള ഇതര വീതിയുള്ള ഒരു തുണിയാണ് എടുത്ത് മടക്കി സ്റ്റിച്ച് ചെയ്തത്. ഇത് മറ്റേ സൈഡിലേക്കുള്ളത് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതൊരു പുതിയ ചാനലായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് സബ്സ്ക്രൈബേഴ്സ് കയറാനായിട്ട്, റീച്ചിലൊക്കെ എത്താനായിട്ട്. അവിടെ ഇത്രയും ഒരു 1/4 ഇഞ്ച് വീതിക്കുള്ളൊരു പടിയാണ് നമ്മൾ തയ്ച്ചെടുത്തത്. അത് ഈ കാണുന്ന ആ ഭാഗത്താണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതെൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, ഇത് മറ്റേ സൈഡിലും 2 സൈഡിലും ഉണ്ടല്ലോ സ്ലിറ്റ്, ഇതിലൊന്നുകൂടെ ക്ലിയറായിട്ട് കാണുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തയ്ക്കുക. ഓക്കെ, അങ്ങനെ ഒരു സൈഡ് തയ്ച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സൈഡ് ഇതുപോലെ തയ്ക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു തന്ന പോലെയാണ് ജോയിൻറ്റിൻ്റെ അവിടെ ഒരിക്കലും ജോയിൻറ്റ് കയറുന്നില്ല. അതിന് തൊട്ട് ഒരു സ്റ്റിച്ചിൻ്റെ വ്യത്യാസത്തിൽ വേണം ഇടാൻ. അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആ സ്റ്റിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. ആ സ്റ്റിച്ച് കയറാതെ ആ ജോയിനെ കയറരുതൊരു കാരണം. കയറിയാൽ പിന്നെ സ്ലിറ്റ് ശരിയാകത്തില്ല കേട്ടോ. അപ്പോൾ കയറാതെ വേണം, വളരെ സ്ലോയിൽ തയ്ച്ചാൽ മതി. ഇനി കാണുന്നത് വേറെ രീതിയിലുള്ള സ്റ്റിച്ചിങ്ങാണ്, സ്ലിറ്റ് ജോയിനിങ്ങാണ്. നമ്മൾ എത്ര 3/4 ഇഞ്ചോളം അല്ലെങ്കിൽ 1 ഇഞ്ച് മടക്കിയടിക്കാനായിട്ട് സ്ലിറ്റിൻ്റെ അവിടെ വിട്ടിട്ടുണ്ടല്ലോ, ആ ഭാഗം ആ 3/4 ഇഞ്ച് നമ്മൾ പെന്ന് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ലോങ് സ്റ്റിച്ച് ഒരു 4 എന്നുള്ള സ്റ്റിച്ചിങ് അകലത്തിൽ നമ്മൾ അങ്ങ് വെറുതെ അങ്ങ് തയ്ക്കുക. അന്ന് കറക്റ്റായിട്ട് അങ്ങ് ജോയിൻ ചെയ്യുകയാണ്. സ്ലിറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. അവിടെ 2 പീസും കൂടെ അങ്ങനെ ജോയിൻ ചെയ്ത് താഴെ വരെ ചെല്ലുന്നു. അങ്ങനെ താഴെ ഭാഗം വരെ ജോയിൻ ചെയ്തിട്ട് അപ്പം 2 പീസും തമ്മിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, സ്റ്റിച്ച് ചെയ്തേക്കുവാണ്. നമ്മൾ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് 1/4 ഭാഗം മടക്കി തയ്ക്കുകയാണ് ഇതിനകത്ത് കാണുന്നത്. മറ്റേ നമ്മൾ അല്ലാതെ തന്നെ തയ്ക്കുകയായിരുന്നു. ഇതിൽ വേറെ രീതിയാണിത്. പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ഇതാണ് ഏറ്റവും എളുപ്പം. കാരണം എന്നിട്ട് ഈ നടുക്ക് നമ്മൾ ജോയിൻ ചെയ്ത സ്റ്റിച്ച് ലാസ്റ്റിൽ അഴിച്ച് കളയുമ്പോൾ തന്നെ നല്ലതായിട്ട് ഭംഗിക്കിരിക്കുകയും ചെയ്യും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ചിലപ്പം
അങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുന്നതാണിത്. ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുകയാണ്. ഒരു റീച്ചിലൊന്നും വീഡിയോസ് ചെല്ലാത്തത് കൊണ്ട് യൂട്യൂബ് റെക്കമെൻഡേഷനിലൊന്നും എൻ്റെ വീഡിയോസ് വരുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെല്ലൈക്കണും എനേബിൾ ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു ലൈക്കും കൂടി ഇടുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് റീച്ചിലെത്തത്തുള്ളൂ. നിങ്ങളുടെ പ്രത്യേകമായ സഹായം ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഓരോരുത്തരോരോ കമൻറ്റുകളൊക്കെ ഇടുമ്പോഴാണ് സത്യത്തിൽ ഹൃദയത്തിലൊരു സന്തോഷം ഉണ്ടാകുന്നത്. അത് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഇടുമ്പം വളരെ അഭിപ്രായങ്ങളെ മാനിക്കുകയും അതോടൊപ്പം തന്നെ എന്നാൽ കഴിയാതെ അവരെന്ത് പറഞ്ഞോ അതിനനുസരിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ മാക്സിമം അതിൻ്റെ ലെവൽ ബെസ്റ്റ് തന്നെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് വളരെ ഹൃദയത്തിന് സന്തോഷമായിരിക്കും. ആരും ലൈക്കൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ആരും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വാച്ച് ചെയ്തിരുന്നെങ്കിൽ ലൈക്ക് ചെയ്തേനേമായിരുന്നു. കാരണം ഉപകാരപ്രദമായ വീഡിയോസാണ്, പ്രത്യേകിച്ച് ലേഡീസിന്. അങ്ങനെ നമ്മളിത് തയ്ച്ച് കഴിഞ്ഞുകൊണ്ട് നടുക്കുള്ള സ്റ്റിച്ച് അപ്പോഴും അവിടെ ഉണ്ട്. ആ സ്റ്റിച്ച് നമ്മൾ ലോങ് സ്റ്റിച്ചായിട്ടിരിക്കുന്നത് അത് നമ്മൾ ഊരിക്കളയുക, അല്ലെങ്കിൽ അഴിച്ചു കളയുക. പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഇത് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ്.